ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആദർശ് നാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. ഈശ്വരനെ വിചാരിച്ചിട്ട് വേറൊന്നും ചിന്തിക്കാതെ നല്ല രീതിയിൽ പോയി ആ പുരസ്കാരം മേടിക്കാനെന്ന് ആദർശ് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ വേണുവിനെയും അനാമികയും അമ്മയൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തിലാണ്. സ്റ്റേറ്റും കഴിഞ്ഞ് അതിർത്തിയും കഴിഞ്ഞ് അവിടെ അങ്ങനെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ അനാമിക പറയും കേട്ടോ. അപ്പോൾ വേണു പറയും, ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊന്നും അല്ല, ഇതിലും അപ്പുറത്തായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അനാമികയുടെ അമ്മ പറയുകയാണ്, ഞാൻ ചെറിയൊരു കമ്മൽ മേടിക്കാനായിട്ട് കടയിൽ പോയപ്പോൾ ആ കടക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ മൂർത്തി ജ്വല്ലറിക്കാരുടെ ബന്ധുക്കാരല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവളെ പറ്റി ഞങ്ങൾ വാനോളം പുകഴ്ത്തുകയാണ്. അവർ നല്ലൊരു ഡിസൈനല്ല, നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കടക്കാരൻ ചോദിച്ചു എന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, നിങ്ങളും ഇനി അവിടെ വാനോളം പുകഴ്ത്തിക്കോ എന്നിങ്ങനെ അനാമിക പറയുകയാണ്. എനിക്ക് ആ അവാർഡ് ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കിയാൽ മതിയെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ അവൾ ആ സമ്മാനവുമായിട്ട് കയറി വരും മിസ് യൂണിവേഴ്സിനെ പോലെ. അപ്പോൾ ഇങ്ങനെ വേണു പറയും, ഇനി നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല മോളെ, നമ്മൾ തളയ്ക്കപ്പെട്ടു. നമ്മളാണ് പാലിൽ വേഷം കലർത്തിയതെന്ന് ദേവയാനി ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരും, നമ്മുടെ കഥ കഴിയും എന്നിങ്ങനെ അമ്മ പറയുകയാണേ. അപ്പം അനാമിക ഇങ്ങനെ പറയുവാണ്, അമ്മ അതിനൊക്കെ എന്ത് തെളിവാണ് ഉള്ളത്, എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണു പറയാണ്, മോളെ നേരത്തെ പോലെ ആദർശിൻ്റെ അമ്മയ്ക്ക് നയനയോട് ഇപ്പോൾ ദേഷ്യമുണ്ടെന്ന് ആദർശിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ നയനയോട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ മോൻ സ്നേഹിക്കുന്ന മകളെ ഇനി പറഞ്ഞു വിടാനൊന്നും പോകുന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കേട്ടിട്ട് അനാമികയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇന്നത്തെ ദിവസം ടി വി ഓൺ ചെയ്യേണ്ട, ടി വി ഓൺ ചെയ്ത് കഴിയുമ്പോൾ അവളുടെ പ്രോഗ്രാം ആയിരിക്കും കാണുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമികയുടെ അമ്മ പറയുകയാണ്, അവൾ ടി വിയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ മുഖം കാണിച്ചുകൊണ്ട് വരികയാണ്, ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. അത് തന്നെയല്ല, മൂർത്തീസ് ജ്വല്ലറിയുടെ ഇപ്പോൾ ഫേമസ് ഡിസൈനർ ആയില്ലേ എന്നിങ്ങനെ അനാമികയുടെ അമ്മ പറയുകയാണ്. ഒരുത്തി SI, ഒരുത്തി ഡിസൈനർ, ഇനി മറ്റവൾ എന്താവുക എന്നറിയത്തില്ല എന്നിങ്ങനെ അനാമിക പറയുകയാണ്. അപ്പോൾ അനാമികയുടെ അമ്മ പറയുകയാണ്, അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുമല്ലേ, ഇനിയിപ്പോൾ ആ കുഞ്ഞായിരിക്കും ആ വീട്ടിലെ താരം എന്നിങ്ങനെ അമ്മ പറയുകയാണേ. ഓ, നിനക്കാണെങ്കിൽ അതും ഇല്ല, ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും പറയായിരുന്നു. അന്നത്തേക്കും അനാമിക പറയണേ, എന്ത് ഒരു കുടുംബജീവിതവും ഇല്ല, പിന്നെ എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാനാ? എങ്ങനെയെങ്കിലും ആ ഭ്രാന്താലയത്തിൽ നിന്ന് വെളി വന്നാൽ മതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ നയന ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ, അവളുടെ തന്നെ ചടങ്ങിന് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ നയന ഇങ്ങനെ പറയാൻ കേട്ടോ, ഇത് സ്ത്രീകളുടെയും കുട്ടികളുടെയും മാത്രം ഫംഗ്ഷനാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഓക്കെ ശരി, നീ പോയിട്ട് വന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയും. അപ്പോൾ ഇന്നത്തെ ഈ സാരിയിൽ കാണാനായിട്ട് നല്ല രസമുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ നയന ചോദിക്കും, അതിലിപ്പോൾ എന്താ ഇത്ര വിശേഷം, ആണുങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയും കേട്ടോ, എടി ഇത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന പ്രോഗ്രാം അല്ലേ, അവിടെ ഞാൻ എങ്ങനെയാണ് വരുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം, അമ്മയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം എന്നിങ്ങനെ പറയുവാണേ. അപ്പോൾ നയന പറയുകയാണ്, ഞാൻ പറഞ്ഞതായിട്ടൊന്നും പറയണ്ട, ആദർശേട്ടൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ നയന പറയുകയാണേ. ഞാൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അമ്മയാണ്. അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഗ്രേസി ആൻറ്റിയും അതുപോലെ ആൻമരിയും. അപ്പോൾ അവർക്കും ഭയങ്കര വിഷമമാകുമെന്ന് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞത് അമ്മയാണ്. അതുപോലെ തന്നെ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അമ്മ അറിഞ്ഞത്. അപ്പോൾ അമ്മയെ അവർ ഈ ഫംഗ്ഷന് വിളിച്ച് കാണില്ലേ എന്നിങ്ങനെ നയന ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഈ ഫംഗ്ഷന് പോകാതിരിക്കുന്നത് അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുന്നത് ശരിയാണോ എന്നിങ്ങനെ നയന ചോദിക്കുക. അന്നേരം ആദർശ് പറയുകയാണ്, നീ ആ അവാർഡ് ദാന ചടങ്ങ് അവാർഡ് മേടിക്കുന്ന അമ്മയ്ക്ക് കാണാനുള്ള മനക്കരുത്തൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. ഇത്തവണ സംഭവിച്ചു, ഇനി ഇതുപോലെ കോമാളിയാവാൻ എന്നെ പറഞ്ഞു വിടരുത് എന്ന് ഇങ്ങനെ നയന പറയാം കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, കോമാളിയോ? നീ മാത്രമായിരിക്കും അങ്ങനെ പറയുന്ന ഒരു ആദ്യത്തെ വ്യക്തി. മറ്റുള്ള പെൺകുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓടിച്ചാടി തുള്ളിച്ചാടി ഇന്ന് ആ അവാർഡ് ദാന ചടങ്ങിന് പോകുമായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നയന പറയുക, ഈ ചടങ്ങ് സ്ത്രീകളുടെയും കുട്ടികളുടേതും മാത്രമാണ്, പക്ഷേ ഈ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല. ചേച്ചിക്ക് സുഖം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയാണെങ്കിലും വരുമായിരുന്നു, പിന്നെ മറ്റു സ്ത്രീജനങ്ങളും ആരും വരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് സാധിക്കും? അമ്മയാണെങ്കിലും വന്നിരുന്നെങ്കിൽ അത്രയും കൂടെ സന്തോഷമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ ഈ അവാർഡ് എന്ന് പറയുന്നത് അവർക്കുള്ളൊരു ചുട്ട മറുപടിയാണ്, പ്രത്യേകിച്ച് അനാമികയ്ക്കും അവളുടെ അച്ഛനും അതുപോലെ അബിയുടെ അമ്മയ്ക്കും ഒക്കെ. നീ എനിക്ക് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ആദർശ് അമ്മയുടെ ഇട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നയന ആദർശിൻ്റെ കൈക്ക് പിടിക്കും കേട്ടോ.
നിന്നെ എന്ന് പറഞ്ഞിട്ട് നയന ആദർശിൻ്റെ കൈ പിടിക്കും കേട്ടോ. എന്നിട്ട് മാല നെക്ലേസ് ഉള്ള ആ ഡബ്ബ തുറന്നിട്ട് പറയും, ഈ മാല എൻ്റെ കഴുത്തിലൊന്ന് അണിയിച്ച് തരുമോ എന്ന് ചോദിക്കും കേട്ടോ. അതിനെന്താ, ഞാനിപ്പോൾ അണിയിച്ച് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് മാല എടുത്ത് കയ്യിലോട്ട് കൊടുക്കുവേ. അപ്പോൾ ഇന്ന് ആ വേദിയിൽ മനോഹരിയായിട്ട് തിളങ്ങുന്നത് നീയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ മാല ആദർശ് നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇന്ന് നീ അതിസുന്ദരിയായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. ഓക്കെ ഓക്കെ, അത് ഇപ്പോഴായിരിക്കും നോക്കുന്നത്, ഇതിന് മുന്നൊന്നും നോക്കിയിട്ടുണ്ടാവില്ല എന്നിങ്ങനെ നയന ചിരിച്ചുകൊണ്ട് പറയുകയാണേ. അതുകൊണ്ടായിരിക്കും കാണാത്തത്. ചെല്ല് അമ്മയോടൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിങ്ങനെ നയന ആദർശിനെ പറഞ്ഞയക്കുകയാണേ. അമ്മ എന്താ പറയുന്നതെന്ന് അറിയട്ടെ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ്, അതെ അമ്മ വന്നില്ലെന്ന് കരുതി നീ പോകാതിരിക്കില്ലേ എന്നിങ്ങനെ ആദർശ് പറയും. ദേവയാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്താ ചെയ്യുന്ന, പ്രോഗ്രാമിന് ഫംഗ്ഷന് പോകാൻ വേണം, എങ്ങനെ പോകുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ വിളിക്കുകയാണ്, അമ്മേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഒരു കണക്ക് പറഞ്ഞാൽ ശരിയാണ്, അവൾ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്ന് അവാർഡ് ദാന ചടങ്ങല്ലേ നടക്കുന്നത്. അപ്പം ഇന്ന് എനിക്കിട്ട് പോകാനും സാധിക്കത്തില്ല, വേറെ ആരും മറ്റാരും ഇവിടുന്നോട്ട് പോകുന്നു. അമ്മയുടെ കൂട്ടുകാരിയായ ഗ്രേസി ആൻറ്റിയും ആൻമരിയും ആണല്ലോ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അമ്മയും കൂടെ പോകേണ്ടതല്ലേ എന്നിങ്ങനെ ആദർശ് ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവാനി ചോദിക്കുകയാണ്, എനിക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ ചെറുതായി പോകും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നിങ്ങനെ ദേവാനി പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല, അവൾ ഇവിടുന്ന് പോകും, പാതി വഴി എത്തുമ്പോൾ അവൾ അവളുടെ വീട്ടിലോട്ട് പോയെന്നും ഇരിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവാനിക്ക് അങ്ങ് ആകെപ്പാടെ ടെൻഷനാകുകയാണ്. അവൾക്ക് അത്ര വാശിയാണോ ഞാൻ വരണമെന്ന്, അവളെ എന്നെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവാർഡ് മേടിക്കുമ്പം ഞാൻ അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കണം, ഇതാണ് അവളുടെ ആഗ്രഹം എന്നിങ്ങനെ ദേവാനി പറയുകയാണ്. അതിനുവേണ്ടി മനഃപൂർവ്വം അവളൊരു സീൻ ഉണ്ടാക്കുക എന്നിങ്ങനെ പറയുക കേട്ടോ. അമ്മ നയന ഈ പ്രോഗ്രാമിന് പങ്കെടുത്തില്ലെങ്കിൽ അമ്മയല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാവുന്നത്, അതും കൂടെ അമ്മ ഒന്ന് ആലോചിക്കണ്ടേ എന്നിങ്ങനെ നയന നമ്മുടെ ആദർശ് ഇങ്ങനെ പ്രഷർ ചെലുത്തുവാണേ. പിന്നെ ദേവയാനി പറയുകയാണ്, എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു ഈ ഫംഗ്ഷൻ നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് വേണ്ടെന്ന് പറഞ്ഞേനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ്, അത് അവർക്ക് അറിയാലോ അങ്ങനെയുണ്ട്, അതുകൊണ്ടായിരിക്കും അമ്മയുടെ അടുത്ത് അങ്ങനെ നേരത്തെ പറയാതിരുന്നത് എന്നിങ്ങനെ പറയാം കേട്ടോ. പക്ഷേ അമ്മ, അർഹതയുള്ളവർക്കല്ലേ അവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ദേവയാനി പറയുകയാണ്, എന്ത് അർഹത, കുറേ പടങ്ങൾ വരച്ചു, അതിന് കുറേ അംഗീകാരവും കിട്ടി, അതിൻ്റെ കൂടെ അവാർഡും കൂടെ വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇനി അവൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടാൻ പോവുകയാണ്. ഞാൻ ഫോറിൻ ക്ലയൻസിനൊക്കെ അവരുടെ പിക്ചറുകൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് അവാർഡുകൾ അവളെ കാത്തിരിക്കുന്നുണ്ട് എന്നിങ്ങനെ ആദർശ് പറയുവാണേ. നിനക്ക് നാണമില്ലേടാ അവളെ ഇങ്ങനെ വളർത്തി വിടാനായിട്ട്, അവസാനം അവൾ നിന്റെ മേലെ പറക്കാൻ തുടങ്ങും എന്നിങ്ങനെ ദേവാനി പറയുകയാണേ. അമ്മ, മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്ന സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ, അതിന് കഴിഞ്ഞ മുകളിൽ അവൾ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആ മാഗസിനിലെ പേര് കണ്ടോ, നയന ആദർശ്, അതായത് അവളിപ്പം എന്നെ കഴിഞ്ഞും കൂടുതൽ വളർന്നിരിക്കുക എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഉള്ളിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട്, ചെറിയ ചിരിയോടുകൂടിയൊക്കെ നിൽക്കുകയാണേ. എനിക്ക് നിന്റെ അച്ഛനെ കഴിഞ്ഞ് മുകളിൽ എത്തണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു, എന്നാൽ നിന്റെ ഭാര്യ അങ്ങനെയല്ല, നിന്നെ കഴിഞ്ഞ് മുകളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് എന്നിങ്ങനെയൊക്കെ പറയും കേട്ടോ. അത് തന്നെയല്ല, ഇനി അവൾ പുതിയ പുതിയ റിസർച്ചുകൾ നടത്തും, പുതിയ പുതിയ കളക്ഷൻസുകൾ ഇനിയും കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അമ്മയൊരു നല്ല കാര്യമല്ലേ, അപ്പോൾ നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിക്കും നല്ല ഗുണം ഉണ്ടാവും എന്നിങ്ങനെ ആദർശ് പറയും. പിന്നെ ആ പ്രോഗ്രാമിന് പോയെന്നാൽ അവളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കണോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. എന്നാലും എൻ്റെ മോൻ പറയുമ്പോൾ പോകാതിരിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ നീയും ഞാനും തലകുനിച്ച് നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണെന്നിങ്ങനെ ദേവയാനി പറയുവേ. അമ്മ, ഇവിടുന്ന് മറ്റാരും പോകുന്നില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല, അവൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവാർഡ് മേടിക്കാതെ തിരിച്ചു വന്നൊന്നും ഇരിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കും, അവൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? അമ്മ എന്താണെങ്കിലും പോകണം, കാരണം മറ്റാരും ഇവിടുന്ന് പോകുന്നില്ല, അമ്മ പോകണമെന്ന് അവൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരെങ്കിലും ഗ്രേസിയാൻ്റെയും മോളെയും മറ്റുള്ള ആളുകളെയൊക്കെ കാണിക്കാനെങ്കിലും, അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം ഇത്ര രൂക്ഷമല്ലെന്ന് കാണിക്കാനെങ്കിലും അമ്മ ഇന്ന് ആ പ്രോഗ്രാമിന് പോകണം എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആദർശ് പറയുകയാണേ. ശരി, അതിനുവേണ്ടി മാത്രം ഞാൻ പോകാം, അവൾ അവാർഡ് മേടിക്കാതിരുന്ന അതിനുവേണ്ടി കൊച്ചാവുന്നത് ഞാനല്ലേ എന്നിങ്ങനെ ദേവേന് പറയുകയാണേ. ഇനിയിപ്പോൾ ഏത് വേഷത്തിൽ പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയും, സാരിയൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് തരാം, അപ്പോൾ വേണ്ട ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണേ.
അപ്പോൾ കാത്തിരുന്ന കസ്തൂരി മാമ്പഴം വീണ് കിട്ടിയെന്ന സന്തോഷത്തോടു കൂടി ദേവയാനി ഇങ്ങനെ മനസ്സിൽ സന്തോഷമായതുമാണ്. ഇപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ മകൻ കൊണ്ടുവന്ന് തന്ന, അവൾ മേടിച്ച് തന്ന സാരിയുണ്ട്. പിന്നെ കാണിക്കുക നമ്മുടെ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന ഏരിയ ആണ്. അവിടെ നമ്മുടെ നയനയുടെ ഫ്ലെക്സ് ഇങ്ങനെ വലുതാക്കി അടിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അവരുടെ കാർ ഇങ്ങനെ വന്ന് ഇറങ്ങുകയാണ്. ആദ്യം തന്നെ വന്നിറങ്ങുന്നത് ദേവയാനി കേട്ടോ. ദേവയാനി ഇറങ്ങിയതും നമ്മുടെ നയനയുടെ ഫ്ലെക്സ് കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും മറ്റുള്ളവർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗ്രേസിയും ആൻമരിയും ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും അവർ ഉള്ളിലുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ ഉള്ളിൽ നമ്മുടെ ഗ്രേസിയും അതുപോലെ തന്നെ ആൻമരിയൊക്കെ നയനയുടെ അമ്മ ദേവയാനി നയനയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന നെക്ലേസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ പറയുകയാണ്, ഈ പ്രോഗ്രാം ഇന്ന് മനോഹരമാക്കും, ഇനി മൂർത്തേസ് ജ്വല്ലറി ഇതിലും കുതിച്ച് കയറും എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ദേവയാനി പൈസ മുടക്കുന്നതിൽ ഒരു നഷ്ടവും വരില്ല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ദേവയാനി ഉള്ളിലേക്ക് കടന്നു വരികയാണ്. പ്രോഗ്രാം എങ്ങനെയായി എന്ന് ഇങ്ങനെ ദേവയാനി ചോദിക്കും കേട്ടോ. അപ്പോൾ അവർ പറയുക, പെട്ടെന്നുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊന്നും നടത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുവാണേ. നന്നായിട്ടുണ്ട് മോളെ എന്നിങ്ങനെ പറയും കേട്ടോ. അവാർഡ് ജേതാവ് പുറപ്പെട്ട് കാണുമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ പുറപ്പെട്ട് കാണുമോ എന്നിങ്ങനെ പറയുകയാണേ. എത്ര കാലം ഇതിങ്ങനെ മറച്ചു വെക്കൂടോ, അവൾ ചെയ്ത നല്ല സഹായം കൊണ്ടാണ് നീ ഇപ്പോഴും ചുറുചുറുക്കൂടെ നടക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ ചെയ്ത നല്ല ഉപകാരം എല്ലാവരും കൂടി എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ, അതിന് ഒരു ശിക്ഷ കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയുവേ. അത് തന്നെയല്ലടോ, വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും വേർപിരിക്കാനും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നടക്കുന്നവരെ വീട്ടിനുള്ളിലുള്ളവർ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എങ്ങനെങ്ങും പോട്ടെ. പിന്നെ ജലജയുടെ കാര്യം അറിയാമല്ലോ. അതെ അറിയാം. അർഹതയില്ലാതെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവരെ കൂടെ കൂട്ടിയിട്ട് ഒരു സ്നേഹവും കാണിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണേ. അത് തന്നെയല്ല, അനിയുടെ കല്യാണത്തിന് തൊട്ടു മുന്നേ വരെ എന്നെയും നമ്മുടെ നയനയൊക്കെ സ്നേഹിച്ച് നടന്നിരുന്ന ജാനകി ഇപ്പം നമ്മുടെ കൂടെയില്ല, അവരുടെ കൂടെയാണ്. അവൾക്കും ഇപ്പം നയനനെ ഒട്ടും ഇഷ്ടമല്ല. അബിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് ഞങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെന്ന് കാണിക്കുന്നതല്ലേ നല്ലത്. കൂട്ടത്തിൽ ആദർശിനെയും ജയേട്ടനെയും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കുറച്ച് കളിപ്പിക്കുന്നു എന്ന് മാത്രം. അതിനുശേഷം ദേവയാനി ചോദിക്കുകയാണ്, എവിടെ ആ മാല എവിടെ, കാണട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്ത് കാണിക്കുക. മനോഹരമായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും മറ്റുള്ളവർ പറയും, അതിനെ കഴിഞ്ഞ് നല്ലത് മേഡത്തിൻ്റെ മരുമകളുണ്ടാക്കിയ ആ മാല തന്നെയാണെന്ന് പറയും കേട്ടോ. അതല്ല, ഒരു മാഗസിനിൽ അവൾ ഈ മാല ചന്തമായിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഇത് എൻ്റെ മകൾക്ക് കൊടുക്കണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആൻമരിയ പറയും, ഞാനങ്ങ് ഒരുപാട് സങ്കടപ്പെട്ടു പോയി, ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയും, ഇടയ്ക്ക് ഞാനിങ്ങനെ സംസാരിച്ചു പോയി, ഈ പാവാടദാന ചടങ്ങിന് നിനക്ക് അർഹതയില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു പോയി, അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ മുത്തശ്ശനെയും ആദർശിനെയും അതുപോലെ അബിയുടെ അച്ഛനെയൊക്കെ അവർ നിർബന്ധിച്ചതിന് ശേഷമാണ് നല്ല ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നിങ്ങനെ പറയുവേ. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, നയന മേഡം വരാറായി എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനാമികയും ജലജയാണ്. അവർക്കിങ്ങനെ ഭയങ്കരമായിട്ട് അസൂയ വന്നിട്ട് അവൾ ഇങ്ങനെ തളർച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ജാനകി പറയുകയാണ്, പുരസ്കാരങ്ങൾ മാത്രമല്ലല്ലോ ജലജയെ, അവളുടെ ഡിസൈന് മറ്റുള്ള ജ്വല്ലറിക്കാർ എല്ലാവരും അനുകരിക്കുകയാണെന്നാണ് കേട്ടത് എന്നിങ്ങനെ പറയുകയാണ്. ഈ വിഷു അവൾ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. എന്നാലും ജലജ പറയും, അങ്ങനല്ല, അവൾ കൊണ്ടുപോയി കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണേ. ഓണത്തിന് അവൾ കോടികൾ ഉണ്ടാക്കി തന്നു, ഇനിയിപ്പം വിഷുവിനും ഇനിയിപ്പോൾ നമുക്കൊന്നും ഇവിടെ ഒരു വിലയും കാണത്തില്ല എന്നിങ്ങനെ പറയുകയാണ് ജലജ. അവളിപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയണത് ശരിയാണമ്മേ, ഒരു ഫിലിം സ്റ്റാറിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളല്ല ഇപ്പം നയനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ അനാമിക പറയുന്നു. അവളായിരിക്കും ഇനി മൂർത്തീസ് ജ്വല്ലറിയുടെ പരസ്യത്തിൻ്റെ മോഡലാവുന്നത് എന്നിങ്ങനെ പറയുകയാണെ. ഇവിടെ മോഡലാവാൻ കൊതിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നവ്യ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണ് അവളിങ്ങനെ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അനിയത്തി അവളെ വേഷം കെട്ടിച്ചേനെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം അനിയുടെ അമ്മ പറയുകയാണ്, അങ്ങനെയൊന്നും നടക്കത്തില്ല, അവൾക്ക് സ്വയം വലുതാവാനാണ് അവൾക്ക് ആഗ്രഹമെന്ന് അനിയുടെ അമ്മ പറയുകയാണ്. അവിടെ സ്വന്തം ചേച്ചിയാണെങ്കിലും അവളുടെ മുകളിലേക്ക് വളരാൻ അവൾ ആരെയും അനുവദിക്കില്ല എന്നിങ്ങനെ എടുത്തു പറയുകയാണ്. രാവിലെ വീടിൻ്റെ മുറ്റത്ത് കോലം വരയ്ക്കുന്ന തൊട്ടുള്ള മറ്റുള്ള പണികളെല്ലാം ചെയ്ത് വീട്ടുകാരെ മുഴുവൻ സ്വാധീനിച്ചു വെച്ചിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ വല്യമ്മയുടെ സപ്പോർട്ടും ഉണ്ട്. അത് സപ്പോർട്ടല്ല, ഗതികേടാണ്. ഇനിയിപ്പം അമ്മായിയമ്മ മരുമോളോട് വഴക്കിട്ടാൽ മോന് എതിരാവുന്ന ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് മോൻ്റെ ഇഷ്ടത്തിന് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അനാമിക പറയുകയാണ് ഇന്നത്തെ ഫംഗ്ഷൻ ടി വിയിൽ വരുമോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ് വന്നില്ലെങ്കിൽ വരുത്തും, അവൻ അവൻ്റെ ഭാര്യനെ പ്രശസ്തിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങനെ പ്രശസ്തിയാകുന്നവള് ഒരു ദിവസം അവനെ വിട്ടിട്ട് പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ജലജ പറയുകയാണ്. അവൾ അങ്ങനെ പോവോ ജലജെ? ഇതുപോലൊരു വലിയ വീട് അവൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ എന്നിങ്ങനെ പറയുകയാണ്. അവളുടെ കഴിവുകൾ മുഴുവൻ വെളിയിലെടുക്കാൻ മൂർത്തീസ് ജ്വല്ലറി പോലൊരു ഗ്രൗണ്ട് അവൾക്ക് വേറെ കിട്ടുമോ എന്നിങ്ങനെ ജാനകി പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനാമിക പറയുകയാണ് അവൾ അവളുടെ അവസരം പരമാവധി മുതലാക്കും, നമ്മളെല്ലാവരും താഴെ പോവുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അനീതിയാണ് SI, ഇന്നൊരാൾ ഡിസൈനർ. ഇനി പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചേച്ചി എന്താവോ എന്തോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് എണീച്ചു പോവുകയാണ്. അതിനുശേഷം അമ്മ ഇങ്ങനെ പറയുകയാണ്, അനാമിക മോളെ നീയും ഇനി അനി ഇപ്പോൾ 3 ബ്രാഞ്ചാണ് നടത്തുന്നത്, അപ്പം നീയും അവൻ്റെ കൂടെ പോകണം, അവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് നീയും ശ്രമിക്കണം. അപ്പോൾ അനാമിക പറയുകയാണ് അവൻ എന്നോട് താല്പര്യമില്ലല്ലോ അമ്മേ, അവൻ എന്നെ കൊണ്ടുപോകുന്നുമില്ല, പിന്നെ ഞാൻ എങ്ങനെ പോയി അധികാരം സ്ഥാപിക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നയനയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നയനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയന നമ്മുടെ കാറിൽ നിന്ന് വന്നിറങ്ങുക കേട്ടോ. അപ്പോൾ എല്ലാവരും നയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്ലവറും ബൊക്കെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ നിൽക്കുക കേട്ടോ. അപ്പം മേഡം അങ്ങനെ ആദ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഭയന്ന് പോയി എന്ന് പറയുക. അപ്പം നയന പറയും മനഃപൂർവ്വം അല്ല, ഗ്രേസി ആൻറ്റിയും അതുപോലെ മോളും ഒക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവാനി ഇതെല്ലാം മറന്നു നിന്ന് കാണുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം അല്ല, എൻ്റെ അമ്മയും കൂടെ വരുന്നില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് പിന്നോട്ട് പോയെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ദേവാനിക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ സന്തോഷമാകുകയാണ്. അതെന്താ മോള് അങ്ങനെ വിഷമിക്കൊന്നും വേണ്ടല്ലോ, ദേവേനെ നേരത്തെ തന്നെ ഭാഗത്ത് വന്ന് ഉള്ളിൽ മോള് വാ എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ആനയിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ദേവേനി സന്തോഷവതിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.